കുറ്റിപ്പുട്ട് നോക്കി ശരിക്കുട്ടതാ നല്ല ചന്തത്തിൽ വരുന്ന കണ്ടില്ലേ? ആ കുറ്റിപ്പുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഉണ്ട്, നല്ല മയമായിട്ടുണ്ട്, നല്ല മണമുണ്ട്, നല്ല രുചിയുണ്ട്, നിറയെ ഫൈബറൊക്കെ ഉള്ളതാണ്, ശരീരത്തിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. തലച്ചോറിനും ഹൃദയത്തിലൊക്കെ രക്തഓട്ടം സുഖമായി നടക്കുന്ന ആന്തോസയാനും പറഞ്ഞ കെമിക്കൽ അടങ്ങിയ പുട്ടാണിത്, കുറ്റിപ്പുട്ട്. എല്ലാവരും കഴിക്കണം, സ്ഥിരമായി കഴിക്കണം. ഇതിൻ്റെ അരിയും കൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കുക, ഇങ്ങനെ കുറ്റിപ്പുട്ടുണ്ടാക്കി കഴിക്കുക, നൈസ് പൊടിയും കൊണ്ട് പത്തിരി ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. സൂപ്പർ സാധനമാണ്, നല്ല മണവും രുചിയും ഉണ്ട്. ബ്ലാക്ക് റൈസ് കുറ്റിപ്പുട്ട് പൊടി ഉണ്ടാക്കാനാണ് എന്നിട്ട് നമ്മൾ കഴുകണത്. ഇതിൽ കൊട്ട് നന്നായിക്കോട്ടെ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാം. വെള്ളം ഒഴിച്ച് കുറച്ചും കൂടി വെള്ളം പിടിക്കും, കുറച്ചും കൂടി വെള്ളം പിടിക്കും. വെള്ളം ഓഫാക്ക്. ഒരു ചോപ്പ് കളർ, എന്താണ് ഈ കളർ പറയുക? ഞാവളും പഴത്തിൻ്റെ കളർ. ഇപ്പോൾ ബ്ലാക്ക് റൈസ് കഴുകിയപ്പോൾ വെള്ളമൊക്കെ മുന്തിരി കളറായി. ഇതിൻ്റെ കളർ എങ്ങനെയാണ്? ബ്ലാക്ക് റൈസിൻ്റെ കളറ് മുന്തിരിൻ്റെ കളറാണ്, കറുപ്പ് കളറായിരിക്കും, ഒരു മുന്തിരിൻ്റെ കളർ. കുറച്ച് വെള്ളം പിടിക്കും. പ്രാവശ്യം കഴുകിയത്, രണ്ടാം പ്രാവശ്യം കഴുകി. ശുചിക്കുട്ടി കഴുകണം മണിട്ടിരിക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. എത്ര പ്രാവശ്യം കഴുകിയാലും ഇതിങ്ങനെ കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു 4 പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ ഇത് അരിച്ച് വെക്കുകയാണ്. ശുചിക്കുട്ട അരിക്കുക നമുക്ക്. ഇതൊന്ന് കുതിർന്ന് വെള്ളം പാർന്ന ശേഷം നമ്മളൊന്ന് ഉണക്കും. ഉണക്കിയ ശേഷം മില്ലിൽ കൊണ്ട് പൊടിക്കും. കുറ്റിപ്പുട്ടി തരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊടിക്കുന്നത്. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ ആന്തോസയാനും പറഞ്ഞ കെമിക്കലാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ ഹൃദയത്തിലും തലച്ചോറ്റിലൊക്കെ രക്തഓട്ടം സുഗമമായി നടക്കുന്നതിനാണ് അതിൻ്റെ ഗുണം, അതിൻ്റെ പ്രവർത്തനം മെയിന്. പിന്നെ ഷുഗറുകാർക്ക്, തടിയുള്ളവർക്ക് പലവർക്കും കഴിക്കുക. ഇത് മെല്ലിയെ ദഹിക്കുള്ളൂ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. കറുപ്പ് കൗണി, ബ്ലാക്ക് റൈസ് എന്നൊക്കെ പറയും. പണ്ട് രാജാക്കന്മാർ മാത്രം കഴിച്ചുകൊണ്ടിരുന്നതാണ്. കുറ്റിപ്പുട്ടിൻ്റെ പൊടി ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, നമ്മളാണ് ആദ്യമായിട്ട് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേണ്ടവരൊക്കെ വാങ്ങുക, ഉപയോഗിച്ച് നോക്കുക. ഇത് മെല്ലിയ ശരീരത്തിൽ ദഹിക്കുകയുള്ളൂ, പെട്ടെന്ന് ദഹിക്കില്ല. അപ്പോൾ ഷുഗറുകാർക്കൊന്നും കൂടില്ല. വളരെ നല്ല ടേസ്റ്റാണ് ഇത് കുറ്റിപ്പുട്ടുണ്ടാക്കി കഴിക്കാൻ. നമ്മൾ കറിയിലൂടെയും കഴിക്കുക, തേങ്ങയും പഴമൊക്കെ ചേർത്തിയും കഴിക്കുക, അങ്ങനെ വേണേലും കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേണ്ടവരൊക്കെ കുറച്ച് ആദ്യമായി കഴിച്ചു നോക്കുക. കഴുകി ഉണക്കി വെച്ച അരിയാണ്. ഇതിനി വറുത്ത് പൊടിക്കണം. വറുത്ത് പൊടിച്ച ശേഷമാണ് നമ്മൾ കുറ്റിപ്പുട്ടുണ്ടാക്കുന്നത്. തരിയായി പൊടിക്കും. അപ്പം നമുക്ക് പൊടിച്ചിട്ട് വരാം. മില്ലിൽ കൊണ്ടുപോയി കൊടുത്ത് പൊടിച്ചിട്ട് വരാം. ശുചിക്കുട്ടി അപ്പോഴേക്കും തിന്നുകൊണ്ടേ ഇരിക്കുന്നു. തിന്നാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. കഴുകി വൃത്തിയാക്കിയ അരിയാണ്. കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ച അരിയാണ്. ശുചിക്കുട്ട ഇങ്ങനെ അമർത്തിട്ട കൈന്നെ. ബ്ലാക്ക് റൈസ് നമ്മൾ കഴുകി വൃത്തിയാക്കിയത് ഉണക്കിയ ശേഷം പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വറുത്ത പൊടിയാണ്, തരിയുള്ളതാണ്, കുറ്റിപ്പൊട്ടിന് പാകത്തിലുള്ളതാണ് നമ്മൾ പൊടിച്ചിരിക്കുന്നത്. നമ്മളിതാ ഈ ബ്ലാക്ക് റൈസ് കൊണ്ട്, ഇതിനെ കഴുകി ഉണക്കി പൊടിച്ച ബ്ലാക്ക് റൈസ് കൊണ്ട് പൊടിച്ചിട്ടുള്ളതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ കുറ്റിപ്പൊട്ടുണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കുറ്റിപ്പൊട്ട്. മുറിക്കുക ശരിക്കുട്ട. കുറ്റിപ്പൊട്ടിൻ്റെ മാവ് കുഴക്കുക നമുക്ക്. മതി ഇത്ര മതി. ശരിക്കുട്ട ഇതിൽ ഉപ്പിട് വെള്ളത്തിൽ. ആവശ്യമുള്ള ഉപ്പ് ഒഴിക്ക്. നന്നായി ഇളക്ക്. നന്നായി ഇളക്ക്. എല്ലാവരും കലർന്ന് വരട്ടെ. ശരിക്കുട്ടി നന്നായി ഇളക്കുണ്ട്. ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ഇളക്ക്. ഇങ്ങനെ ചിറ്റി ഇളക്ക്. ഇളക്ക്. മാവ് നല്ല മണമുണ്ട്. അതാണ് ശുചിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് മണത്ത് നോക്കുന്നത്. ഇളക്ക് ശുചിക്കുട്ട. അപ്പോൾ മാവ് വെള്ളമൊക്കെ നനച്ച് പാവുമായിട്ടുണ്ട്. ഇതാ ഈ പാവുമായിരിക്കണതാ. ഇങ്ങനെ അമർത്തി അങ്ങനെ പൊടിച്ച ഇങ്ങനെ പൊടിഞ്ഞും വരണം. ഇതാണ് പാകം. ഇതാ അമർത്തി അങ്ങനെ ഉണ്ടയാകുക, പൊടിച്ച് അങ്ങനെ പൊടിഞ്ഞ് വരിക. ഇതാണ് അതിൻ്റെ പാകം വേണ്ടുള്ളൂ. തേങ്ങയിട്. കുറച്ചും കൂടി ഇട്. ഇതിൽ മുട്ടാൻ പറ്റില്ല. തേങ്ങയിട്. മതി. തേങ്ങ ഒപ്പൊക്കെ ശരിക്കുട്ട. തേങ്ങയിട്.
ചെമ്പകപ്പൂ നോക്ക് കൂട്ടാ, ഇതാ മൊട്ടുകൾ നോക്ക്, ഇതാ നിറയെ മൊട്ടും പൂവൊക്കെ ഉണ്ട്. ഇതാ ശ്രീകുട്ടാ, നമ്മ തോട്ടുപാലത്തിന് വാങ്ങിയതാണിത്. വെച്ച അന്ന് മുതൽ എല്ലാ ദിവസവും പൂവാണ്. കുറ്റിപ്പുട്ട് വെന്തോ നമുക്കിനി എടുക്കാം. ഇതാ കുറ്റിപ്പുട്ട് നോക്ക് ശ്രീകുട്ടതാ, നല്ല ചന്തത്തിൽ വരുന്ന കണ്ടില്ലേ? ആ കുറ്റിപ്പുട്ടിൻ്റെ കുറ്റിപ്പുട്ടൊക്കെ നല്ല ചന്തത്തിലുണ്ട്. കുറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഉള്ള നല്ല മയമായിട്ടുണ്ട്. ചുട്ടുകൊണ്ടിട്ട് ഇപ്പൊ വറുത്ത മാവായതുകൊണ്ട് നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ പഴവും പുട്ടും കൂടി കഴിക്കുക, തേങ്ങ ഇട്ട ശേഷം. പിന്നെ വെജിറ്റബിൾ കറിൻ്റെ കൂടെ കഴിക്കുക, കടലക്കറിൻ്റെ കൂടെ കഴിക്കുക, ചിക്കൻ കറിൻ്റെ കൂടെ കഴിക്കുക, മീൻ കറിൻ്റെ കൂടെ കഴിക്കുക, ബീഫ് കറിൻ്റെ കൂടെ കഴിക്കുക, ഏത് കറിൻ്റെ കൂടെയും കഴിക്കുക. ഇനി കറി ഇല്ലാണ്ട് ഇങ്ങനെയും കഴിക്കുക, കട്ടൻ കാപ്പിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കുക. സൂപ്പർ സാധനമാണ്, ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യാനാണ്. എല്ലാവരും ഇത് വാങ്ങി സാമ്പിൾ നോക്കണം, ഒന്ന് കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. ശരിക്കുട്ടെന്നാ ഇതാ ഇങ്ങനെ കഴിക്കും കടലക്കറി. ആ പുട്ടും കടലയും മാമ സിജുവിന് തരാം, എന്നാ കഴിക്കും. ഇനി പഴമായിട്ടും കുറച്ച് തരാം. സിജുവിന് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രുചി മണമുള്ള പുട്ടും കടലയും ബ്ലാക്ക് റൈസ്. നോക്ക് നോക്ക് സിജു, പഴത്തിൽ വെച്ച് തരാം. പഴവും വെച്ചിട്ട് എനിക്ക് വേണം, അതാണ് ഇഷ്ടം. ഇനി പഴവും കൂട്ടി അടിക്കാന്ന്. തരാം പഴവും പുട്ടും. ശരിക്കും കണ്ടോ, അവനിക്ക് അതാണ് ഇഷ്ടം തോന്നുന്നുണ്ട്. കടലക്കറിയും ടേസ്റ്റും ഉണ്ട്. ഇനി പഴവും പുട്ടാണ് അതുകൊണ്ട് ഇഷ്ടം. പഴവും പുട്ടും ഇനി പഴവും പുട്ടും കൂട്ടി അടിക്കാന്ന്. അല്ലേ ശരിക്കുട്ടാ? ഇഷ്ടപ്പെട്ടോ ഷിജുവിന്? ഷിജുവിനൊക്കെ ഇഷ്ടപ്പെട്ടു. ടേബിളൊക്കെ വലിച്ച് അടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.